പറയുന്നത് കേട്ടാ തോന്നും ഈ ലോകത്ത് ഇവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമില്ലെന്ന്. തോന്നുമെന്നോ? എനിക്കറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ എന്റെ തല ഞാൻ പൊട്ടയടിക്കാം. എന്നാലേ ആ വണ്ടി ഒന്ന് ഓടിക്കാമോ? ഇതോ? പാടി ഓടിക്കാം. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. നീ ഒന്ന് ചുമ്മാ ഇരിയടി. ഇത് ഓടിക്കുന്നത് കാളവണ്ടി ഓടിക്കുന്നേക്കാൾ എളുപ്പമാ. ആന്നേ കേറ്. അയ്യോ അയ്യോ, ഇതെന്താണ് ഇങ്ങനെ ഓടുന്നത്? അവന് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ ഓടിച്ചേ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാൻ? അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാർക്കും ഓടിക്കാമെന്ന്. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്നു? അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം. ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? ആ, നിന്റെ വീട് എവിടെയാ? അങ്ങ് പാഞ്ചാലിക്കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടിക്കാർക്ക് വിട്ടുവരാം. അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും. നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ. വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും. ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? അതെങ്ങനെ? നോക്കിക്കോ. ശ്രീദേവി ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ ചേട്ടാ? അവള് ടീച്ചറല്ലേ ദേവകി? ബെല്ലടിച്ച ഉടനെ കുട്ടികൾ ഇറങ്ങിപ്പോരുന്ന പോലെ അവക്ക് വരാൻ പറ്റുമോ? അല്ല പറ്റുമോന്ന്?
ആ ദേ ആള് വന്നു കഴിഞ്ഞു. അയ്യോ എന്റെ മോളെ, നീ വരാൻ താമസിച്ചെന്ന് പറഞ്ഞ് നിന്റെ അമ്മ അവിടെ കടന്ന് കയർ പൊട്ടിക്കുക. നാളെ എന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി എക്സ്കർഷന് പോവുകയാണമ്മേ. ഞാനൊന്നും പോകുന്നില്ല, മറ്റു വലിയ ടീച്ചർമാരൊക്കെ പോകുന്നത്. പോകുന്ന കുട്ടികളുടെ പേരും ലിസ്റ്റും എല്ലാം തയ്യാറാക്കിയായിരുന്നു, അതാണ് വൈകിയത്. അതിന്റെ മോളെ നീ പോകാത്തത്? എനിക്ക് നാളെ തൊട്ടൊരു ട്യൂഷൻ കിട്ടിയിട്ടുണ്ടമ്മേ. ട്യൂഷനോ? അതെ അമ്മേ, ഒരു വലിയ കാശുകാരന്റെ ഭാര്യ. 40-40 വയസ്സ് കാണും. വലിയ ഫാഷനാ. ഇംഗ്ലീഷ് ഒരു അക്ഷരം അറിഞ്ഞുകൂടാ. അവര് വീട്ടിൽ ചെന്ന് പഠിപ്പിക്കണം. അവർക്ക് ഈ പ്രായത്തിലും BA പാസ്സാകണം പോലും. ആ പണക്കാരാവുമ്പോ വലിയ വലിയ ആളുകളുമായി ഇടപഴകേണ്ടി വരും. ക്ലബ്ബ് മീറ്റിംഗ് എന്നും പറഞ്ഞ് പല സ്ഥലത്തും പോകേണ്ടി വരും. അവിടെയൊക്കെ BA ആണെന്നും പറഞ്ഞ് 2-3 ഇംഗ്ലീഷ് അക്ഷരം കടിച്ച് പൊട്ടിച്ചാലേ സ്ഥാനം കിട്ടും. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോയി ട്യൂഷന് കഴിഞ്ഞ് വരുമ്പോ നേരെ ഒത്തിരി ഇരുട്ടല്ലേ മോളെ. അയ്യോ അമ്മേ, ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇത് പട്ടണമാണ് അമ്മേ. നേഴ്സുമാർ, ഡോക്ടർമാർ, ടെലിഫോൺ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി എത്ര പേരാ രാത്രിയിലും ജോലിക്ക് പോകുന്നത്. എനിക്ക് ഒരു 100 രൂപ ഫീസ് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം കൊള്ളാം. ആ മോള് പൊക്കൂ. നീ നോക്കിക്കോ, എന്റെ മോക്ക് 100 രൂപയാ കിട്ടാൻ പോകുന്നു. ഓ പിന്നെ ആരത്? ആരാണെന്ന്? എനിക്കറിയാം ചേട്ടനാ. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? മുഖത്തിൽ സോപ്പൊന്ന് കഴുകി കളയട്ടെ, എന്നിട്ട് വേണ്ടേ പറയാൻ? കണ്ണ് തുറക്കാതെ തന്നെ പറ, കേക്കട്ടെ. എരുമച്ചാണോ? അത് നിന്റെ തലയിലല്ലേ? വെള്ളം താ ചേട്ടാ, കണ്ണ് നേർന്നു. ആ ശരി ശരി, മോൻ കഴിക്കൂ. എങ്ങനെയുണ്ട്? അയ്യോ നല്ല സാരി. ഇതിന് നല്ല വില കൊടുത്ത് കാണുമല്ലോ. നിനക്ക് വേണ്ടി ഒരു സാരി വാങ്ങിക്കാൻ ഞാൻ കുറച്ച് കാശൊരുക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഇന്നൊരു കോളും കിട്ടി. അമ്മേ, ഈ സാരി ഉണ്ടോ? എനിക്ക് വേണ്ടി ചേട്ടൻ വാങ്ങിച്ചതാ. അതുമല്ല, അവന്റെ കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം പെങ്ങള് പെങ്ങള് പെങ്ങള്. കണ്ടോ കണ്ടോ, അമ്മയുടെ അസൂയ കണ്ടോ? അത് നീ അമ്മയ്ക്ക് കൊടുത്തേക്ക്. അതാടാ, ഇനി വേണം ഞാൻ സാരി കൊടുക്കാൻ. എല്ലാരും കൈ കഴുകിട്ടോ ഊണ് കഴിക്കും. വരൂ അമ്മാവ. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊരു ബ്രാൻഡ് കട അങ്ങ് തുടങ്ങിയാലെന്താ? എന്താ ഇനി ഇവിടുത്തെ പരിപാടി തീർന്നില്ലേ? വെളുത്ത ഇരുട്ടുന്നവരെ ഇങ്ങനെ കുടിച്ചു കൊടുത്ത് കിടന്നു. നിന്റെ തറവാട്ട് പോലെ എഴുതിയിട്ടാണോ ഞാൻ കുടിക്കുന്നത്? ഓ, തുടങ്ങി ഒരു തറവാട്. അതേടി, മണിവേഗം തറവാടാ. തറവാടെന്ന് രാമൂര് തല്ലിയോ അങ്ങനെ? ഇത് മണി മംഗളം ബംഗ്ലാവ്. അതായത് ഈ മണിയുടെ മംഗളത്താൽ ഭവിച്ച ബംഗ്ലാവ്. അതേടാ, ഈ ഗോപാലൻ എവിടെയാണോ അവിടെയാണ് മണിമംഗലം. രാമപുരത്തായാലും ശരി, എറണാകുളത്തായാലും ശരി. പിന്നെ മദാമ എങ്ങോട്ടാ പുറപ്പാട്? എനിക്കിന്ന് ലേഡീസ് ക്ലബ്ബ് മീറ്റിംഗിന് പോണം. മാധവി കൊച്ചമ്മ ഈ വേഷത്തിലൊന്ന് നമ്മുടെ ചെന്തങ്ങുമുക്ക് വരെ പോണം. എന്താണോ, ഞാൻ തുണി വിട്ടിട്ടില്ലേ? അല്ല, പൊട്ടിക്കും. മണി, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നില്ലേ? എപ്പോഴേ വന്നു. അവരാണ്ട് മുകളിലിരുന്ന് പെട്ടിയെ പഠിപ്പിക്കും. പെട്ടിയെ പഠിപ്പിക്കും. ആ, എന്തിനാ? മാധവി കൊച്ചമ്മയ്ക്ക് സമയമില്ലാത്തോണ്ട് ടീച്ചർ പെട്ടിയെ പഠിപ്പിക്കും. കൊച്ചമ്മയ്ക്ക് സമയം കിട്ടുമ്പോ പെട്ടി കൊച്ചമ്മയെ പഠിപ്പിക്കും. അല്ല, നിന്റെ നരച്ചിരുന്ന മുടിയെല്ലാം കറുത്തല്ലോ. ഐ ഡൈ. എന്തോ എടാ, ഞാൻ ഡൈ അടിച്ചെന്ന്. ഓ, അത് അതിപ്പോ എന്ത് വേണം? നിങ്ങൾ എന്തൊരു മനുഷ്യനാ. സൊസൈറ്റി ലേഡീസ് ആയ അങ്ങനെയാ. അങ്ങനെ 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 മലയാളി പെരിച്ച